നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും 24 ഇലക്ഷനിലേക്ക് സ്വാഗതം. വിഷു ആഘോഷത്തിന്റെ എല്ലാമിടയിൽ നമ്മുടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും വളരെ സജീവമായി നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളും വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെ ആദ്യം പരിശോധിക്കാം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡുമാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും സങ്കൽപ് പത്ര എന്ന പേരിൽ പ്രകടന പത്രികയിലുണ്ട്. സൗജന്യ റേഷൻ, ആയുഷ്മാൻ ഭാരത്, മുദ്രാ പദ്ധതി എന്നിവ വിപുലീകരിക്കുമെന്നാണ് മറ്റു വാഗ്ദാനങ്ങൾ. BJP നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്ന ആമുഖത്തോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് പ്രധാനമന്ത്രി കൈമാറി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. नारी शक्ति बंधन अधिनियम अब कानून बन चुका है. बीजेपी ने आर्टिकल 370 को हटाया और हम CAA लेकर आए. വനിതാ സംവരണത്തിന് ഊന്നൽ നൽകുന്ന പ്രകടന പത്രികയിൽ ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. മെട്രോ റെയിൽ ശൃംഖലയുടെ വിപുലീകരണം, അഴിമതിക്കാർക്കെതിരെ കർശന നടപടികൾ, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ, 6G സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ. आपने देखा है कि पिछले 10 साल में भ्रष्टाचार पर भाजपा सरकार ने कितनी बड़ी कड़ी कार्रवाई की है. भ्रष्टाचार गरीब का हक छीनता है. മുദ്രാ ലോൺ തുക 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും. 70 വയസ്സിന് മുകളിലുള്ളവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. സൗജന്യ റേഷൻ അടുത്ത 5 വർഷം കൂടി തുടരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. പാവപ്പെട്ടവർക്കുള്ള റേഷൻ 5 വർഷം കൂടി തുടരും എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന പ്രഖ്യാപനത്തിലാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രിയെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാൻ നിയോഗിച്ചതിലൂടെ BJPയുടെ ലക്ഷ്യം വ്യക്തമാണ്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പിന് ഇനി 12 ദിവസം മാത്രം. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് മുന്നണികൾ. നരേന്ദ്രമോദി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി നാളെയാണ് പ്രചാരണത്തിനായി എത്തുന്നത്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 12 ദിനം മാത്രം ബാക്കി. പ്രചരണത്തിന്റെ ഗിയർ മാറ്റി മുന്നണികളുടെ അവസാന ലാപ്പ് പ്രവേശനം. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്ക് പൊതുസമ്മേളനം. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത പൊതുസമ്മേളനം തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. 11 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ 12:30 പ്രധാനമന്ത്രി എത്തും. ഏപ്രിൽ 15 മുതൽ 22 വരെ സംസ്ഥാനത്തൊട്ടാകെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തും. ഏപ്രിൽ 15 വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് UDFന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. 15, 16 തീയതികളിൽ സ്വന്തം മണ്ഡലമായ വയനാടും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18 കണ്ണൂർ, പാലക്കാട്, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. 22 തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ റാലികളിൽ പങ്കെടുക്കും. LDFും വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തിക്കും. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോര് മുറുകുന്നു. ജോസഫ് വിഭാഗം സംസ്ഥാനാംഗമടക്കം 5 പേർ മാണി ഗ്രൂപ്പിൽ ചേർന്നു. അഡ്വക്കേറ്റ് ജോജോ ജോസഫും സഹപ്രവർത്തകരുമാണ് മറുകണ്ഠം ചാടിയത്. കഴിഞ്ഞ ദിവസം മാണി ഗ്രൂപ്പിൽ നിന്നും ചില പ്രവർത്തകർ ജോസഫ് വിഭാഗത്തിൽ ചേർന്നിരുന്നു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി.
ടോബി ജോൺസൺ എന്തായാലും വളരും തോറും പിളരും, പിളരും തോറും വളരുമെന്ന് പണ്ട് മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്, KM മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് അർത്ഥവത്താകുന്ന രീതിയിലാണ് കേരള കോൺഗ്രസിലെ പിളർപ്പും ഒപ്പം തന്നെ ഈ കൂടുമാറ്റവും. ഏത് തരത്തിലാണ് നിലവിൽ കേരള കോൺഗ്രസിലെ മാറ്റം? കഴിഞ്ഞ ദിവസം സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചതോടുകൂടിയാണ് വീണ്ടും ഈ ചർച്ചകളെല്ലാം സജീവമായത്. എന്തായാലും ഇരു കൂട്ടരും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കോട്ടയത്ത് ഇത്തരത്തിൽ ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങളും സജീവമായി നടക്കുന്നുണ്ട്. ഇരു വിഭാഗത്തിലുമുള്ള ആളുകൾ പരസ്പരം എതിർ വിഭാഗത്തിൽ നിന്നിലെ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജി മഞ്ഞക്കടമ്പിൽ രാജിവെച്ചതിന്റെ ക്ഷീണത്തിൽ നിൽക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം PM മാത്യു ഒരു UDF-നൊപ്പം വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അതിനുശേഷം അതിന് പിന്നാലെ പിറവത്ത് വെച്ച് ഒരു വിഭാഗം ഓട്ടോ തൊഴിലാളി യൂണിയൻ വിഭാഗത്തിലെ കുറെ ആളുകൾ മാണി വിഭാഗത്തിൽ നിന്നും ജോസഫ് വിഭാഗത്തിൽ ചേരുന്നു. അങ്ങനെ ജോസഫ് വിഭാഗം ഒരു പടി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നേരെ തിരിച്ച് ജോസഫ് വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ജോജോ ജോസഫ് അടക്കമുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ മാണി വിഭാഗത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതായത് തങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ജോജോ ജോസഫ് അടക്കമുള്ളവർ മാണി വിഭാഗത്തിൽ മെമ്പർഷിപ്പ് എടുത്തത്. ജോസ് കെ മാണി തന്നെ ഇവർക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ ഇനിയും കാണേണ്ടി വരും. പ്രവിത, ശരി, അതാണ് തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലാണ് ഇത്തരം കൂറുമാറ്റങ്ങൾ പതിവായിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിലാണ് ചില നേതാക്കൾ ജോസഫ് വിഭാഗത്തിൽ നിന്ന് മാണി ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോജോ ജോസഫും സഹപ്രവർത്തകരുമാണ് മറുകണ്ഠം ചാടിയത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. TP വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ മരിച്ച PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹതയാരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കുഞ്ഞനന്ദന്റെ മരണം എന്നാണ് ആരോപണം. ഈ ആരോപണത്തിനെതിരെ കേസെടുത്താൽ തെളിവ് പുറത്തുവിടുമെന്നും പേരാമ്പ്രയിലെ തിരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ KM ഷാജി വെല്ലുവിളിച്ചു. കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയാം? ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും. എന്താ കേസ് കൊടുക്കാത്തത്? ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ KM ഷാജിക്കെതിരെ ഒരു FIR ഉണ്ട്. കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്. അറിയാങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബാക്കി കേസ് വന്നിട്ട് പറയാം. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരി 24-നോട് ഒരു കാരണവശാലും BJP-യിലേക്കില്ല, ശാരീരിക അവശതകൾ മൂലമാണ് വിട്ടുനിൽക്കുന്നതായി കത്ത് നൽകിയത്. മകൻ ബിപിൻ C ബാബുവിന്റെ കൊലപാതക വെളിപ്പെടുത്തൽ പണ്ട് നടത്തിയതാണ്. കൊലപാതകത്തെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലെന്നും പ്രസന്നകുമാരി 24-നോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ പ്രസന്നകുമാരിയുമായി സംസാരിച്ചു. അതിലേക്ക്. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം CPM ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരി രാജിവെച്ചു എന്ന തരത്തിൽ ഉള്ള വാർത്തയായിരുന്നു. ഇപ്പോൾ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാവ് KH ബാബുജാനെതിരെ വലിയ ആരോപണങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മകൻ ബിപിൻ C ബാബു ഒരു കത്ത് കൊടുത്തതിൽ ചില പരാമർശവും വിവാദമായിരുന്നു. എന്താണെങ്കിലും പ്രസന്നകുമാരി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ ഒരു രാജിക്കത്തുണ്ടോ? പാർട്ടി വിടാനായി കത്ത് നൽകിയിട്ടുണ്ടോ? രാജിക്കത്തല്ല, എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രവർത്തനം, കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് സജീവമായി പ്രവർത്തിക്കണമല്ലോ, അപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് ഞാൻ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തത്. ഈ കത്തിൽ പക്ഷേ ഒരു ചില നേതാവ് നടത്തുന്ന പ്രവർത്തനം കാരണം ദളിത് പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾ മാറി നിൽക്കുന്നു, നൂറുകണക്കിന് ആളുകൾക്ക് ഇത് ബാധിക്കുന്നുണ്ടെന്നൊക്കെ തരത്തിലുള്ള പരാമർശം കണ്ടിരുന്നു. അതൊന്നുമില്ല, അതൊന്നും വെറുതെയാണ്. അതിലങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബാബു ജോസഫിന് അങ്ങനെ ആരുടെയും പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കാരണം ഞാൻ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഇലക്ഷനുമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ എതിരാളികൾ പ്രചരിപ്പിച്ചപ്പോൾ എന്നാൽ ഞാൻ അവധിയെടുത്ത് നിൽക്കാമെന്ന് കണ്ടാണ് കത്ത് കൊടുത്തത്. അല്ലാതെ ആരെയും പ്രത്യേകമായി പരാമർശിക്കുന്നൊന്നുമില്ല.
പാർട്ടിയായി പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി PDGS നേതാക്കളുമായി താങ്കൾ ചില കൂടിക്കാഴ്ച നടത്തി ചിത്രങ്ങൾ പുറത്തു. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് യാഥാർത്ഥ്യം? എതിരാളികൾ ഇതെല്ലാം പ്രചരിപ്പിച്ചപ്പോൾ അവർക്കൊക്കെ തോന്നി ഞാൻ എന്തോ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുവാണെന്ന്, ഒഴിഞ്ഞതാണെന്ന്. അപ്പോഴേ എന്നെ പലരും കാണാൻ വന്നു. ഞാൻ അവരോടെല്ലാം പറഞ്ഞു, എനിക്ക് ആ പാർട്ടിയായിട്ടുള്ള പിണക്കമൊന്നുമല്ല. എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി, മകനെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ്. അത് കുടുംബപരമായിട്ടുള്ള ഒരു സ്വകാര്യ കാര്യമാണെങ്കിൽ പോലും പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തൊരു പരാതിയിൽ നടപടി എടുത്തിരുന്നു. 6 മാസം സസ്പെൻഷനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വലിയ വിവാദ പരാമർശമുണ്ട്. 2001 നടന്നൊരു കൊലപാതകത്തിൽ മകൻ പ്രതിയായി, നിരപരാധിയായിരുന്നു. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകം, സത്യൻ കൊലപാതകം എന്നുള്ള ഒരു വലിയ ഗൗരവകരമായ വെളിപ്പെടുത്തലുണ്ട്. എങ്ങനെ പ്രതികരിക്കും? അത് എൻ്റെ മോൻ അന്ന് 18 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ ജനപ്രതിയാണ്. അപ്പോൾ എന്നെ പ്രതിയാക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് കോൺഗ്രസ് BJP സംയുക്തമാണ്, അവർ മോനെ പ്രതിയാക്കിയതാണ്. പക്ഷേ അവൻ അതിലില്ല. എന്നാൽ ഈ ഭാര്യ കൊടുത്ത കത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ നടപടിയെടുത്തപ്പോൾ ആ സമയത്ത് ഞാൻ ഇതെല്ലാമായിരുന്നു. SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു, DYY സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഞാൻ കരിയിലക്കുളങ്ങര നടന്ന സത്യം കൊലപാതക കേസിൽ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. നിരപരാധിയായ എന്നെ കേസിൽ പ്രതിയാക്കി ഞാൻ 60 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ അന്ന് കാണിച്ചു കൊടുത്ത കത്താണ്. അതെടുത്തിപ്പോൾ എതിരാളികൾ നമുക്ക് പാർട്ടിക്കെതിരെ പ്രചരിപ്പിക്കുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കതുമായിട്ടൊരു ബന്ധവുമില്ല. 12 ഇലക്ഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെന്ന് നോക്കാം. കാണാമിനി വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. ഇടുക്കിയുടെ വികസനത്തെക്കുറിച്ച് സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്കുള്ളത്. ടൂറിസത്തിനാണ് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെയും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെയും പ്രഥമ പരിഗണന. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള പദ്ധതിയും മലയോര റെയിൽവേ പദ്ധതിയുമാണ് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വന്യജീവി പ്രശ്നങ്ങളാണ്. അതിന് കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതി തീർച്ചയായിട്ടും നടപ്പിലാക്കും. അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളി മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഈ നരേന്ദ്രമോദിജി ഇവിടെ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ടൂറിസം മേഖലയിൽ ഏറെ സാധ്യതയുള്ളതാണ് ഇടുക്കി മണ്ഡലം. ഇടുക്കി മേഖലയിൽ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കാനും ഒരു ദീർഘവീക്ഷണമായ ഒരു പദ്ധതി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പക്കാർ അവർ ഈ നാട്ടിൽ നിൽക്കണം. വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ള വികസന പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാകണം. പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ രംഗത്ത്. ഇപ്പോൾ കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യ രംഗത്ത് ദേശീയപാത വികസനം അതൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ദേശീയപാതകളുണ്ട്. ഒന്ന് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ധനുഷ്കോടി വരെ പോകുന്ന ദേശീയപാത. അതിനകത്ത് കൊച്ചി മൂന്നാർ ഭാഗം 1250 കോടി രൂപയുടെ വലിയ വികസന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നേര്യമംഗലത്ത് പുതിയ പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നു. അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. നാടിൻ്റെ സമഗ്രമായ വികസനം, അത് ജനങ്ങളുടെ ജീവനോപാധിയുടെ വികസനം തുടങ്ങി നാടിൻ്റെ പശ്ചാത്തല വികസനം തുടങ്ങിയുള്ള എല്ലാ വികസന രംഗത്തുമുള്ള ഇടപെടലുകളാണ്. ഇടുക്കി പോലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സ്വഭാവങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള പദ്ധതികളാണ് ഉണ്ടാവേണ്ടത്. അടിസ്ഥാനപരമായി പശ്ചാത്തല വികസനം ഉണ്ടാകണം. അവിടുന്ന് ടൂറിസം മലയോര മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതയാണ്. തൊടുപുഴയും മൂവാറ്റുപുഴയുടെയും ഒക്കെ സാധ്യത, അത് കോതമംഗലത്തിൻ്റെയും ഒക്കെ സാധ്യത അത് തന്നെയാണ്. അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു വികസന സങ്കല്പമാണ് ഇടുക്കിക്ക് വേണ്ടി ഉണ്ടാകേണ്ടത്. അത് ഇടുക്കി എന്ന് പറയുന്നതിനൊരു ടൂറിസം പ്രോഡക്റ്റായി ബ്രാൻഡ് ചെയ്യുകയും ലോകത്താകമാനം എത്തിക്കുകയും ചെയ്യണം. നാടെങ്ങും വിഷു ആഘോഷിക്കുമ്പോൾ തലസ്ഥാനത്തെ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമില്ല. ഡോക്ടർ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറുമെല്ലാം കുടുംബത്തോടൊപ്പമുള്ള ആഘോഷത്തിന് ശേഷം പ്രചാരണത്തിലേക്ക് കടക്കും. പന്ന്യൻ രവീന്ദ്രന് പാർട്ടി പ്രവർത്തകരോടൊപ്പമാണ് വിഷു ആഘോഷം. തിരുവനന്തപുരം മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ വിഷു ഓർമ്മകൾ തീവണ്ടി പിടിച്ച് കണ്ണൂരിലെ കുട്ടിക്കാലത്തേക്കാണ് ആദ്യം പോയത്.
അമ്മ തരുന്ന നാണയത്തുട്ടും പടക്കത്തിനായി ഓടുന്ന കുട്ടികളുമൊക്കെ ഈ തിരഞ്ഞെടുപ്പ് ഓട്ടത്തിനിടയിലും പന്നിന് ഇന്നലെ കഴിഞ്ഞതുപോലെ. അവിടെ നമ്മളെ ഈ കശുമാങ്ങേൻ്റെ മരം ഉണ്ടാവും, അവിടെ അണ്ടി കിട്ടും. അണ്ടി കൊണ്ടുപോയി വിറ്റാൽ അതിന് കാശ് കിട്ടും. അപ്പോൾ മിക്കവാറും കറുത്ത ട്രൗസറായിരിക്കും. ഈ ട്രൗസറിനകത്ത് ഈ അണ്ടി കൊണ്ടുപോയി വെക്കുക. ആ കാശ് കൊണ്ട് നമ്മൾ അവസാനം പൂത്തിരി, ഇടിമിന്നൽ, പൂക്കുറ്റി ഇതുപോലുള്ള പല സാധനങ്ങളുമാണ്. ഇപ്പം പിന്നെ വിഷുക്കൈ നീട്ടത്തിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ അത്രയൊന്നുമില്ല. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയില്ല. ചിലർക്ക് ഞാൻ കൊടുക്കും, എൻ്റെ കയ്യിലുള്ളതിലേ കൊടുക്കാൻ പറ്റും. ആകെ എൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലേ കൊടുക്കാൻ പറ്റും. ഞാൻ കൊടുക്കുന്നത് കൂടി ഒരു 5 രൂപ കൊടുക്കും. അതിൽ കൂടുതൽ കൊടുക്കാനുള്ള വകുപ്പ് നമ്മുടെ അടുത്തില്ലല്ലോ. വളർന്നതിൽ ഏറെക്കാലവും കേരളത്തിന് പുറത്തായിട്ടും തരൂരിന് വിഷു ആഘോഷം ഗൃഹാതുരത്വമുള്ള ഓർമ്മകളാണ്. കടൽ കടന്ന ഐക്യരാഷ്ട്രസഭ വരെ ആഘോഷം ചെന്നെത്തിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു വിഷു സദ്യ എൻ്റെ അതെ കഴിഞ്ഞ മാത്രമല്ല സദ്യയും ഉണ്ടാവും ഉച്ചയ്ക്ക്. ഡൽഹിയിൽ നിന്നും എൻ്റെ ടീം വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവരും ഉണ്ട്, പിന്നെ നമ്മുടെ കേരള ടീം. അപ്പോൾ എല്ലാവരും കൂടി മൊത്തത്തിൽ കൂടി ഒരു നല്ലൊരു സദ്യ. വിദേശത്തിൽ ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുമ്പോൾ ഓരോ രാജ്യങ്ങളുടെ ഓർമ്മയുണ്ട്. ഓരോരു UN സ്ഥാപനത്തിൻ്റെ ഒരു ഓഫീസ് മുറിയിൽ ആൾക്കാരൊക്കെ ഓരോ ഡിഷ് കൊണ്ടുവന്നിട്ട് വിഷു കഴിക്കുന്നത്. ഓണത്തിനും അതുപോലെ തന്നെ ആയിരുന്നു. നമ്മളുടെ മലയാളികൾ എവിടെ പോയാലും മലയാളികൾ തന്നെയാണ്. കുടുംബവുമൊത്തുള്ള വിഷു ആഘോഷിക്കാൻ എവിടെയാണെങ്കിലും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരം തിരക്കൊക്കെ മാറ്റിവെക്കും. കുട്ടിക്കാലത്തെ സമയത്ത് എൻ്റെ അമ്മൂമ്മ മുത്തശ്ശി എന്നെ 4 മണിക്ക് 5 മണിക്ക് എല്ലാം എണീപ്പിച്ചിട്ട് ഞങ്ങളെല്ലാം കുട്ടിയാവുന്ന ടൈമിൽ ഇങ്ങനെ ഗ്രമ്പിൾ ചെയ്യലോ, എന്തിനാണ് ഇങ്ങനെ രാവിലെ ഇങ്ങനെ എണീപ്പിക്കുന്നത്. അല്ല അതെല്ലാം പിന്നെ വലുതാവുമ്പോൾ അതെല്ലാം മനസ്സിലായി. ബട്ട് അതൊരു നമുക്കെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ഫീലിംഗ് ആണ് നമ്മുടെ ഹെറിറ്റേജിനെ പറ്റിയിട്ടും. ആഘോഷങ്ങളുടെ കൊട്ടിക്കലാശത്തിന് ശേഷം തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്കാണ് ഇനി സ്ഥാനാർത്ഥികളുടെ ശ്രദ്ധ. 24 തിരുവനന്തപുരം. മുൻപ് ഇടവേളയിലേക്ക് പോകും മുൻപ് സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ GPay പോസ്റ്ററുകൾ. പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടൊപ്പം സ്കാൻ ടു സ്കാം എന്ന തലക്കെട്ടിൽ QR കോഡ് അടങ്ങിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് BJP പ്രചാരണം ശക്തമാക്കിയതോടെയാണ് പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ തമിഴ്നാട്ടിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുള്ള പോസ്റ്ററിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിവിധ അഴിമതി ആരോപണങ്ങളുള്ള വീഡിയോയിലേക്കാണ് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് ബോണ്ടിലും വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും BJP തിരിമറിയും അഴിമതിയും നടത്തിയെന്ന് ആരോപിക്കുന്നതാണ് വീഡിയോ. வங்கிக்கணக்குல 15 லட்சம் வரவு வைக்கப்படும்னு சொன்னாங்க. ஆனா அது என்னாச்சு? இவங்க பண்ண வசூல் தான் அதிகமாக இருக்கு. വമ്പൻ വ്യവസായികൾക്ക് നൽകിയ വായ്പകൾ BJP എഴുതി തള്ളിയതായും വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. DMK പ്രവർത്തകരാണ് പോസ്റ്ററുകൾക്ക് പിന്നിലെന്നാണ് BJP ആരോപിക്കുന്നത്. നേരത്തെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാന രീതിയിൽ പേസിയം പോസ്റ്ററുകളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. 40% കമ്മീഷൻ വാങ്ങുന്ന സർക്കാരാണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന BJPയുടേതെന്ന് ആരോപിക്കുന്നതായിരുന്നു അന്നത്തെ പോസ്റ്ററുകൾ. ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തമിഴ്നാട്ടിലും പോസ്റ്റർ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തോടൊപ്പം അനീഷ് കെ ശിവദാസ്, 24 ചെന്നൈ. 24 ഇലക്ഷന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾ പരിശോധിക്കാം 24 റൗണ്ടപ്പിൽ. ക്രിസ്റ്റീന ചെറിയനെത്തും. നമസ്കാരം.